ഉല്ലാസം പോലെ, ഒരു സന്തോഷം പോലെ ഈ കുടത്തിന്. എങ്കിലോ മറ്റേ കുടം താണുപോയി. ഈ ശിഷ്യനോട് പറയുക, നിന്റെ തകർച്ചയ്ക്ക് കാരണം സുഷിരങ്ങളാകുന്നു, ഇല്ലെങ്കിൽ അനുസരണക്കേടാകുന്നു, സ്നേഹമില്ലാഴിയാകുന്നു. പ്രിയപ്പെട്ടതായ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഉയർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾ എന്താകുന്നു? സ്നേഹമില്ലാത്ത അനുഭവമാകുന്നു. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാതുകൊണ്ടിടയായി. ഈ പ്രമാണം കർത്താവ് പറഞ്ഞതിന് ശേഷമായിട്ട് ഇസ്രായേൽ ജനത്തോട് മോശം മുഖാന്തരം ജനം പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതിയെന്ന്. ഉടനെ മോശയെ വിളിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയോട് പറയാവുന്നു, നിന്റെ ജനത്തോട് നീ പറയണം, നിങ്ങൾ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു വിഗ്രഹവും ഉണ്ടാക്കണം. മണ്ണുകൊണ്ട് എന്തുണ്ടാക്കണം? എനിക്ക് യാഗപീഠം ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ എനിക്ക് വിഗ്രഹം ഉണ്ടാക്കരുത്, മണ്ണുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കും. എന്താണെന്ന് കർത്താവ് പറയുവാൻ കാരണം വേഗത്തിൽ വായിച്ചാട്ടെ. കണ്ടെങ്കിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്, എനിക്ക് മണ്ണുകൊണ്ടുള്ള ഒരു യാഗപീഠം ഉണ്ടാക്കി. എനിക്ക് മണ്ണുകൊണ്ടുള്ള യാഗപീഠം ഉണ്ടാക്കണം. എന്താകുന്നു കർത്താവ് പറഞ്ഞത്? മനുഷ്യൻ മണ്ണാകുന്നു. ആ മണ്ണിനെ നേടിയെടുക്കുവാൻ വേണ്ടി പിന്നിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ അവതാരം എടുത്ത് വന്നു. നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രതികൂലങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ എല്ലാം അറിയുവാൻ മണ്ണുമായിട്ട് ബന്ധമുണ്ടാകുവാൻ വേണ്ടിയാകുന്നു. പൊന്നിനോ വെള്ളിക്കോ അതിന് ശക്തിയില്ല, എങ്കിലോ മണ്ണിനോട് അടുക്കുവാൻ കഴിയും. അതിനായി മനുഷ്യാവതാരം എടുത്ത് യേശു ജഡത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു. നിന്റെ ഏത് വേദനയാകുന്നു, നിന്റെ പ്രയാസം ഏതാകുന്നു, സുവിശേഷം വായിക്കുന്ന പോലെ അവൻ അടുത്തിയെന്ന് സ്ത്രീയെ നീ കരയുന്നത് എന്താകുന്നു? നിനക്ക് കാര്യമില്ല എന്ന് പറയരുത് എന്ന് ദൈവം അഭിമുഖമായി സംസാരിക്കുകയാകുന്നു. അങ്ങനെ ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ അടുക്കൽ സ്നേഹത്തോട് ചെല്ലുവാൻ സാധിക്കൂ. അതുകൊണ്ടാകുന്നു പൊന്നും വെള്ളിയും കൊണ്ട് ഒരു വിഗ്രഹവും ഉണ്ടാക്കുന്നത്, മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് അടുത്തു വരുവാൻ കഴിയുള്ളൂ എന്ന ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇത് ഓർപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പ്രമാണത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്താൽ നിർബന്ധിതരായി ദൈവകൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താകുന്നു? അതൊരു വാക്ക് പറഞ്ഞാലും, ആ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നാം ഒരു വാക്ക് പറഞ്ഞാലും അതിന് ശക്തിയുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ ശത്രുപാളയത്തിലേക്ക് എന്തായി തീരും? ഇടിമുഴങ്ങുന്നത് പോലെ. നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയ സാത്താനെ പോ എന്ന് പറയുക, വെറുതെ പറഞ്ഞാൽ മതി. അത് ശത്രുപാളകൾ ഇടിമുഴക്കം പോലെയായിരിക്കും, ഇടിമുഴക്കം പോലെ. അങ്ങനെ ദൈവത്തിന് ദൈവമായ ബന്ധത്തിൽ സ്നേഹത്തിന്റെ പ്രമാണവുമായി നിൽക്കുന്നോ, നിശ്ചയമായി വാക്കിന് ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാകുന്ന കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പത്രോസ് യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യന്റെ അടുക്കൽ കൂടി കടന്നുപോയി. അവിടെ ആ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മുടന്തൻ ആ പത്രോസിനോട് യോഹന്നാനോട് ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് യോഹന്നാനും എന്താ പറഞ്ഞത്? പൊന്നും വെള്ളി ഞങ്ങൾക്ക് ഇല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക, നടക്കുക. അവന് നരിയാണികൾ ഉറക്കി വന്നപ്പോഴായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടും. എന്തുകൊണ്ടാകുന്നു? ദൈവസ്നേഹത്താൽ നിർബന്ധിതരായിത്തീരും. സ്നേഹത്തിലൂടെയായി പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥമായ പ്രമാണപ്രകാരമാകുന്നെങ്കിൽ ദൈവോട് പ്രവർത്തിപ്പാതുകൊണ്ടയാ. ഏത് രോഗശക്തികളാകുന്നെങ്കിലും, ഏത് പൈശാചിക ശക്തികളാകുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പറഞ്ഞുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയാൽ ശാസിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ ആ രോഗബന്ധന ശക്തികൾ നിങ്ങൾ വിട്ടോടി പോകാനിടയായിത്തീരും. വിശ്വസിക്കുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ഹല്ലേലൂയ പറഞ്ഞാലേ. സ്തോത്രം. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ 2 ശമൂവേൽ 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് ഈ ദാവീദ് സകല ശത്രുക്കളെയും ജയിച്ച്, പ്രത്യേക ശൗലിനെ ജയിച്ച് കടന്നു വരുമ്പോൾ താൻ എഴുതിയ പാട്ടാകുന്നു 2 ശമൂവേൽ 22-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ കഷ്ടതകളും തന്റെ പ്രയാസങ്ങളും ഒക്കെ താൻ അവിടെ വിവരിക്കുകയാവുന്നു ചെയ്യുന്നത്. ഒരു വേട്ടപ്പട്ടി കുളക്കോടിയിട്ട് ഓടിക്കുന്നത് പോലെ തന്നെ ശൗൽ തന്റെ പിന്നാലെ ലഭിച്ചുകൊണ്ടിരുന്നു.
ഒരിടത്തും തനിക്കൊരു ആശ്രയം ഇല്ലാതിരുന്ന സംഭവങ്ങൾ നമുക്കറിയാം. എങ്കിലോ ശരണമില്ലാതെ, ആശ്രയമില്ലാതെ, അഭയമില്ലാതിരുന്നതായ അനുഭവങ്ങൾ പലതും താൻ പങ്കുവെക്കുക സങ്കീർത്തനത്തിൽ പലതും കാണുവാൻ സാധിക്കും. എങ്കിലോ ശത്രുപാളയത്തിലേക്ക് ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം തിരഞ്ഞെടുത്തതായ കർത്താവിന്റെ മനുഷ്യനായ ദാവീദ് കയറി ചെന്നപ്പോൾ അവിടെ തനിക്ക് ജയം ഉണ്ടായി. യേശു ദൈവം നിമിത്തമായി തനിക്ക് ജയമുണ്ടാക്കി എന്ന് താൻ അറിഞ്ഞപ്പോൾ തനിക്ക് വലിയ സന്തോഷമുണ്ടായി. എന്തുകൊണ്ടാ ദൈവം തനിക്ക് ജയം ഉണ്ടാക്കിയത് എന്നറിയാമോ? അതിന് 14-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുക. അതേ വായിച്ചാട്ടെ, 22-ന്റെ 14-ാം വാക്യം. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി എന്ന്. ആകാശം എന്തിനെ കാണിക്കാവുന്നു? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്ന് 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. അതെ, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവത്തിന്റെ നാമത്തെ എല്ലാവരും കാണുകെ അതെ മഹത്വപ്പെടുത്തി ദാവീദിനെ സകല ശത്രുക്കളെ നിന്നും വിടുവിച്ചു. ദാവീദിന്റെ അതേ അരാജകത്വം താൻ പറയുന്നുണ്ട്. 5-ാം വാക്യം വായിക്കുമ്പോൾ മരണത്തിന്റെ തിരമാല, ദുഷ്ടന്മാരുടെ പ്രവാഹങ്ങൾ. അതെ വായിച്ചാട്ടെ, 5-ാം വാക്യം വായിച്ചേ. മരണത്തിന്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ധരിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ ചുഴന്നു. മരണത്തിന്റെ കണികൾ എന്റെ മേൽ വീണു. ഇതൊക്കെ ദാവീദ് കടന്നുപോയ പാതകളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ അതേ പറയുകയാകുന്നു. 7-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു എന്ന്. അതിന് 15-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അസ്ത്രം ചെയ്ത് ശത്രുവിനെ ചിതറിപ്പിച്ച് മിന്നലയച്ച് ശത്രുവിനെ തോൽപ്പിച്ചു. ആ വാക്യം എത്ര ശക്തമായ വാക്യമാകും. എല്ലാവരും വാക്യം എടുക്കുന്നു വായിച്ചാട്ടെ. 15-ാം വാക്യം. അവൻ അസ്ത്രം ചെയ്ത് ശത്രുവിനെ ചിതറിപ്പിച്ചു. വായിച്ചേ. വായിച്ചാട്ടെ. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിപ്പിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം എത്ര മനോഹരമായ അസ്ത്രം എയ്ത് ശത്രുവിനെ ചിതറിച്ചു, മിന്നലയച്ച് അവനെ തോൽപ്പിക്കുക. പ്രിയ ദൈവത്തിലെ, നീ ഭൂമി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എങ്കിൽ ശത്രു പാളയം കാണത്ത നിലവാരം, ശത്രു സൈന്യം മുഴുവനും കാണുന്നത് കർത്താവ് സ്വർഗത്തിൽ അതേ ആകാശത്തെ ഇടിമുഴക്കും. ആകാശത്ത് ഇടിമുഴക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇപ്പോൾ അതേ അപ്പച്ചൻ പറഞ്ഞല്ലോ, കൊട്ടാരക്കരയിൽ 4000 പേര് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്ന്. ഏതായിരുന്നാലും അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായ അല്പം കൂടെ ഭദ്രത കൂടുതലുള്ളതായ ജനങ്ങളാകുന്നല്ലോ. എന്നിട്ടും ദിവസത്തിൽ രാത്രി കടന്നു വരുവാൻ ഇത്ര ജനങ്ങൾ കടന്നു വരുവാൻ കാരണം എന്താകുന്നു? നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്ത്, നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അപ്പുറത്ത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അവിടെ നാം എന്താകുന്നു? ദൈവത്തിന് നിലവിളിക്കുകയാകുന്നു. ഈ മാസം 24-ാം തീയതി വ്യാഴാഴ്ച, 24-ാം തീയതി വ്യാഴാഴ്ച നമ്മളുടെ കൂട്ടിവരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കും. എന്തിനു വേണ്ടിയാകുന്നു? നിങ്ങൾ ഓരോ ജീവിത പ്രശ്നങ്ങളും ദൈവത്തിന് മുഴങ്ങാൻ മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവന്റെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ എന്താകുന്നു സംഭവിക്കുന്നത്? ശത്രുവിന്റെ ശത്രുവിന്റെ പാളയത്തിലേക്ക് അവൻ അസ്ത്രമേത് ചീതറിപ്പിച്ച് മിന്നലയച്ച് ശത്രുവിനെ തോൽപ്പിച്ചു കളയും. ദൈവത്തിന്റെ പാദമെടുത്തുന്നതായിരിക്കുമ്പോൾ അത് ശത്രുക്കൾ ഭയപ്പെടുവാനിടയായിത്തീരും. ദൈവത്തെ നിലവിളിക്കുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തനെ ശത്രുവിന് ഭയമാകുന്നു. വിശ്വസിക്കുക. ഹല്ലേലൂയ പറഞ്ഞാലേ. വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം. എല്ലാവരും ദൈവം ഇവിടെ ഈ മാസികത്തിൽ കടന്ന എല്ലാ ദൈവങ്ങളും തീരുമാനത്തോടുകൂടി 24-ാം തീയതി 9 മണിക്ക് തന്നെ അതിന് മുമ്പായി തന്നെ ആലയത്തിൽ കടന്നു വരണം. ദൈവം ഒരു അത്ഭുത പ്രവർത്തിക്കാൻ പോകുകയാകുന്നു. അനേക കുടുംബങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇവിടെ ഇപ്പോഴേ ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാലേ. ശത്രുപാളയത്തിലേക്ക് കർത്താവ് അയക്കുന്നതായ ബോംബുകളാണ്. ദൈവത്തിന് വചനം ഉരുവിട്ട് അതെ നമ്മൾ ബോംബ് ഇടുമ്പോൾ ശത്രുപാളയത്തിലേക്ക് ബോംബിടുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടിടുകയല്ല, അതിന്റെ കറക്റ്റ് സ്ഥാനം നോക്കി കൊണ്ടിടുകയാണ്. ദൈവത്തിന് ഇസ്രായേലിന് അതെ ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ കണ്ടെത്തുവാനുള്ള റഡാർ അടക്കമുള്ളതായ അത് വിമാനങ്ങൾ ഉണ്ട്. ശത്രു മിസൈലുമായി പോകുമ്പോൾ തന്നെ ഇവിടെ ഭൂമിയിൽ തന്നെ ആകാശത്ത് മിസൈൽ ചെന്ന് അതിനെ നിർവീര്യമാക്കി തീർക്കുവാനുള്ളതായ കഴിവുള്ളതായ മിസൈലുകൾ
ശത്രു ഒളിഞ്ഞും പാർത്തും നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നാം ഇവിടുന്ന് ദൈവത്തിന്റെ കൃപയാൽ, വചനത്തിന്റെ ശക്തിയാൽ, സ്വോത്രത്തിന്റെ ശക്തിയാൽ, ഹല്ലേലൂയയുടെ ശക്തിയാൽ ശത്രുവിന്റെ ശക്തിയെ നിർവീര്യമാക്കി തീർക്കുവാനുള്ള ഇടയായിത്തീരും. നമുക്ക് 1-2 മാസം മുമ്പേ ചില ബോംബുകൾ തന്നു വിട്ടുവിടുന്ന എന്താണെന്ന് അറിയാമോ? ബോംബ് പല സമയത്ത് നാം അത് ഉപകരിച്ചു. എന്റെ ജീവിതത്തിൽ നിങ്ങൾ സഹോദരന്മാർ ചിലരൊക്കെ ദൈവത്തിന്റെ ബോംബ് ഉപയോഗിച്ചു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ ബോംബ് ചിലർ നിർവീര്യമാക്കിയവരുണ്ട്, ചിലരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ ബോംബ് എന്താണെന്നറിയാമോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ നീക്കിയില്ല. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ നീക്കിയില്ല. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധം പതിക്കിയില്ല. ന്യായവിസ്താരം നിനക്കെതിരായി നിൽക്കുന്ന എല്ലാ നാവിനെ കുറ്റം വിധിക്കും. ഏറ്റു പറഞ്ഞാട്ടെ, നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധം പതിക്കിയില്ല. ന്യായവിസ്താരം നിനക്കെതിരായി നിൽക്കുന്ന എല്ലാ നാവിനെ കുറ്റം വിധിക്കും. ശത്രു ഒരു വഴിയായി നിന്റെ നേരി വരും, 7 വഴിയായി ചെറിപ്പോകും. ഈ 3 ബോംബുകൾ തലസ്ഥാനത്ത് ഉപയോഗിച്ചവർ ഒന്ന് കരങ്ങൾ ഉയർത്തിയായി സത്യം പറയാം. 2 മാസം മുമ്പ് നമുക്ക് ഇവിടുന്ന് വിട്ട് ബോംബ ഇല്ലാത്തവർ ഉപകരിച്ചുകൊള്ളാം. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസ ഭവനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ വചനങ്ങൾ ഉരുവിട്ടു, പൊതുപ്രാർത്ഥനകൾ ഉരുവിട്ടു. അപ്പോഴാകുന്നു ഇവിടുന്ന് അത് ഹെഡ്ക്വാർട്ടേഴ്സ് നയിച്ചതായ 4 അണുബോംബ് കൂടെ അത് തരികയുണ്ട്. അണുബോംബ് മുഴു ലോകത്തെ നശിപ്പിച്ചു കളയുന്ന ബോംബ, മുഴു ശത്രുവിനെയും നശിപ്പിച്ചു കളയുന്ന ബോംബ, അണുബോംബ്. ജീപ്പാശ്രയിച്ചതായ 4 വചനങ്ങൾ അതും ഏറ്റു പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. യുദ്ധം നിർത്തലാക്കി സമാധാനം രാജ്യത്ത്, ലോകത്തിന്റെ അതേ പല ഭാഗങ്ങളും രാഷ്ട്രതലവന്മാരെ ദൈവം നിയന്ത്രിക്കുവാനിടയാക്കുന്നത്. രാജാക്കന്മാരുടെ മേൽ ഭരണം കൊടുത്തവനായ ദൈവം, എന്റെ ദൈവം തന്നിട്ടുള്ള അധികാരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നാം ഈ ബോംബുകൾ ഉപയോഗിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ എന്താവും സംഭവിക്കുന്നത്? ശത്രുവിന്റെ മുഴുവൻ ആലോചനയും ദൈവം അബദ്ധമാക്കി തീർക്കുന്നതിന് ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടതായ ദൈവമക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുവരണം. പ്രത്യാശ നഷ്ടപ്പെട്ടെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ആ ജീവിതത്തിന്റെ ക്ലേശമായി അതുപോലെ വഴിയിലൂടെ യോബ് കടന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ മന്ദസ്വരം മാത്രം കേട്ട് അതേ താൻ ആശ്വാസം പ്രാപിച്ചു. എങ്കിലോ 26-ാം അധ്യായത്തിലെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യോബ് പറയാവുന്നു, നാം അതേ ഒരു മന്ദസ്വരം മാത്രമേ കേട്ടുള്ളൂ, അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും? വായിച്ചാട്ടെ 26-ാം അധ്യായത്തിലെ 14-ാം വാക്യം. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ, മാത്രമേ കേട്ടിട്ടുള്ളൂ. അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആഗ്രഹിക്കും. അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കം ആര് ഗ്രഹിക്കും എന്ന് ദൈവത്തിന്റെ ബലത്തിന്റെ ഇടിമുഴക്കം ദൈവത്തെ കേൾപ്പിക്കുവാൻ പോകുകയാകുന്നു. അതെ, ഈ മാസം 24-ാം തീയതി ദൈവത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവല്ലോ. മഹത്തായും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ഭാഷയാ ഹല്ലേലൂയ. തകർത്ത ഇടിമുഴക്കം പോലെ നാം ആത്മാവ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ കർത്താവ് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. അടുത്തതായി 77-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കും, നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. വായിച്ചാട്ടെ 77-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. അതിന് 19-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി. അതിന് പൊതുവായ സമയം തീരാറായതിനാൽ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി എന്ന് പറയുമ്പോൾ, ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിത പടകിനോട് അടുക്കുന്നതായ പരീക്ഷകളെയും പരിശോധനകളെയും വെളിപ്പെടുത്തുകയാവുന്നു. ഈ ക്രിസ്തീയ പടകിൽ നമുക്ക് എല്ലാവർക്കും പരീക്ഷകളുണ്ട്, എല്ലാവർക്കും പരിശോധനകളുണ്ട്. പത്രോസ് പറയും നാനാവിധ പരിശോധനകൾ എന്നൊക്കെ. ജീവിത പ്രശ്നത്തിൽ ഉണ്ടായ പരീക്ഷകളും പരിശോധനകളുമായി അന്താളിച്ച് നിൽക്കുന്ന എത്രയോ പേര് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ചുവട് പോലും മുൻപോട്ടെടുത്ത് വെക്കുവാൻ സാധിക്കാതെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി എന്റെ ജീവിതം അവസാനിച്ചോ എന്ന് ചിന്തിക്കുന്നതായ പലരും ഉണ്ടായിരിക്കാം. എങ്കിലോ കർത്താവ് സുവിശേഷത്തിൽ
വെളിച്ചത്തിൽ തന്റെ അടുത്ത് വന്നതായ ജനസമൂഹത്തെ, പുരുഷാരത്തെ കണ്ട് അവരെ നിർബന്ധിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന്. ദൈവത്തിന്റെ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകുവാൻ പടകിൽ കെട്ടി അയച്ചു. അവനും ഒരു ചെറുപടകിൽ കയറുവാൻ ഇടയായി തീർന്നു. കൂട്ടമായി അത് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റടിക്കുവാൻ ഇടയായി. സംഭവിച്ചത് എന്താകുന്നു? ഓളങ്ങൾ, തിരമാലകൾ പടകിനോട് ആഞ്ഞടിച്ചു. പടകിളകുവാൻ തുടങ്ങി. അവരെല്ലാവരും ഭയപ്പെട്ടു. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നവരിൽ നിനക്ക് ഇത്രമാത്രം അതെ കാണുവാൻ സാധിക്കുന്നില്ലേ എന്ന് അവനെ ഉണർത്തി ചോദിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം എന്താകുന്നു ചെയ്തത്? ഉടനെ അവൻ കാറ്റിനെ ശാന്തമാക്കി, അവൻ കടലിനെ ശാന്തമാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പ്രിയപ്പെട്ടതായ ദൈവമക്കളെ, അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ നോക്കുക, യേശുവിനെ സമീപിച്ചവരോട് പറയാകുന്നു നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്നെയും നിങ്ങളെ കർത്താവ് നിർബന്ധിച്ച് ഈ കൂട്ടത്തിൽ